തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനം ഉൾപ്പെടെ 1 കോടിയുടെ ബില്ലുകൾ ട്രഷറിയിൽ നിന്നും മടക്കി അയച്ചു. മണ്ണാർക്കാട് നഗരസഭയിലെ UDF കൗൺസിലർമാർ ട്രഷറി ഓഫീസിന് മുന്നിൽ നിൽപ്പു സമരം നടത്തി. ദിവസവേതന അടിസ്ഥാനത്തിലുള്ള തൊഴിലുറപ്പ് തൊഴിലാളികളുടേതു മാത്രം 67 ലക്ഷം രൂപയുടെ ബില്ലും മടക്കിയതിലുണ്ട്. 2023-24 സാമ്പത്തിക വർഷത്തെ 5 ലക്ഷം രൂപയുടെ മുകളിലുള്ള ബില്ലുകളെല്ലാം പാസാക്കി നൽകുക, തദ്ദേശ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ട് ട്രഷറിയിലേക്ക് മാറ്റാനുള്ള ഉത്തരവ് പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. നടപടികൾ കൃത്യമായി പൂർത്തീകരിച്ചിട്ടും ബില്ലുകൾ മടക്കിയ സർക്കാർ നടപടിയിലാണ് പ്രതിഷേധം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഞെക്കിക്കൊല്ലുന്ന സർക്കാർ കേരളത്തിൽ മുൻപ് ഭരിച്ചിട്ടില്ലെന്ന് നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ പറഞ്ഞു. ഇതിന് മറുപടി പറയണമെന്നാണ് ഞങ്ങൾക്ക് ഇവിടെ. ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ പ്ലാൻ ഫണ്ടുകൾ അനുവദിക്കുകയും അത് ഗ്രാമസഭകൾ ചർച്ച ചെയ്ത് കൌൺസിൽ ചർച്ച ചെയ്ത് പദ്ധതി നിർവഹണത്തിലേക്ക് എത്തുമ്പോൾ സർക്കാർ ഒരു മുന്നറിയിപ്പുമില്ലാതെ 4 കോടി രൂപ അലോട്ട്മെന്റ് കിട്ടിയ നഗരസഭയ്ക്ക് 1 കോടി രൂപയാണ് അവർ പിൻവലിച്ചത്. നഗരസഭയെ സംബന്ധിച്ചിടത്തോളം തൊഴിലാളികളുടെ വേതനം കൊടുക്കണം, പെൻഷൻ കൊടുക്കണം. ഈ കാര്യങ്ങളിലൊക്കെ സർക്കാർ സമയബന്ധിതമായി ഇടപെടണം. തുടർന്ന് ചെയർമാന്റെ നേതൃത്വത്തിൽ സബ് ട്രഷറി ഓഫീസർക്ക് പരാതി കൈമാറി. വൈസ് ചെയർപേഴ്സൺ കെ പ്രസീത, കെ ബാലകൃഷ്ണൻ, ഷഫീഖ് റഹ്മാൻ, മാസിത സത്താർ, അരുൺകുമാർ പാലക്കുർശി തുടങ്ങി കൗൺസിലർമാർ പങ്കെടുത്തു. CCN മണ്ണാർക്കാട്.